ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി വിക്രം വേദയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിനെ ശ്രീകാന്ത് ആട്ടി ഇറക്കുന്നുണ്ട്. ആ സമയത്തും വേദ തൻ്റെ ഒപ്പം വരുമെന്നും തന്നോടൊന്ന് സംസാരിക്കുമെന്നും ഒക്കെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന വിക്രത്തിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വിക്രത്തിൻ്റെ ആ ഒരു പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടായിരിക്കും വേദയുടെ വരവ്. വേദയുടെ വാക്കുകൾ കേട്ട് ആകെ തകർന്നടിഞ്ഞു പോകുകയാണ് കേട്ടോ വിക്രം. വേദയ്ക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന വിക്രമിനെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. എങ്കിൽ മാഷിനോട് വേദ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പലരുടെയും കണ്ണു നിറയേണ്ട ഒരവസ്ഥ വരുമായിരുന്നു എന്ന് മാഷിനോട് പറയുമ്പോൾ ആ ഒരു വാക്കിലൂടെ തന്നെ മാഷ് വേദയെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. വേദ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് മുതൽ മാഷിൻ്റെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം, അതുപോലെ തന്നെ മാഷിന് അറിയായിരുന്നു വേദ അങ്ങനെ ഇങ്ങനൊന്നും വിക്രത്തിനെയും തന്നെയും തൻ്റെ കുടുംബത്തെയും ഒന്നും വിട്ടു പോകില്ല. ഇതിന് പിന്നിൽ എന്തോ അത്രമായിട്ടും ഒരു ഭീകരമായ കാരണമുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും പോയത് എന്നൊക്കെ മാഷ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വേദയുടെ വാക്കുകളിലൂടെ തന്നെ മാഷ് ഉറപ്പിക്കുന്നുമുണ്ട്. അതായത് ഈ വേദയുടെ ഈ ഒരു ഒളിച്ചോട്ടത്തിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. അല്ലാതെ വേദ തൻ്റെ കുടുംബത്തിൽ നിന്നും അറ്റുപോകില്ല എന്ന് മാഷ് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് വിക്രത്തിനെ ദേഷ്യം പിടിപ്പിച്ച്, അതുപോലെ തന്നെ വിക്രത്തിൻ്റെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ വേദയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും എന്നെ കാണാൻ ഇവിടേക്ക് വരരുത്. അങ്ങനെ ഇനി ഉണ്ടായാൽ ഞാൻ ഇവിടെ നിന്നും അങ്ങ് താമസം മാറും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എനിക്ക് നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന് പറയുമ്പോഴും ശ്രീകാന്തിനോട് എൻ്റെ ഭാര്യയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുമ്പോഴും വേദ പറയുന്നുണ്ട്, അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എപ്പോഴെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? ആ മുറിക്കുള്ളിൽ അന്യരെ പോലെ അല്ലാതെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യങ്ങൾക്ക് മുൻപിലെല്ലാം ഉത്തരമില്ലാത്ത നമ്മുടെ വിക്രം നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ ഇറക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ വേദ. ആ ഒരു അനുഭവം വിക്രത്തിനെ വല്ലാതെ വേദനപ്പെടുത്തുന്നതാണ് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്നും ഒന്നും പറയാതെ പോവുകയാണ് കേട്ടോ. ഇനി തൻ്റെ ജീവിതത്തിലേക്ക് വേദ തിരികെ എത്തില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിക്രം ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരോടും വീട്ടിൽ ചെന്ന് അമ്മയോടും ഒക്കെ ആയിട്ട് വിക്രം പറയുന്നുണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം. അങ്ങനെ കമലാമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ നന്ദിനി ഇടയ്ക്ക് കയറുന്നുണ്ട്. പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുമാതിരിയാണല്ലോ നമ്മുടെ നന്ദിനി. അങ്ങനെ കമലയമ്മയോട് വേദയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ വേദയുടെ പ്രതികരണങ്ങളെല്ലാം വിക്രം പറയുമ്പോൾ ദേഷ്യത്തിലും അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ട് നന്ദിനി പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, അവളിവിടെ വന്ന് എന്ത് ഷോയായിരുന്നു, വിക്രമിനെ നന്നാക്കും, കുടുംബത്തിന് വേണ്ടി അങ്ങ് അവൾ ചത്ത് കിടക്കുമായിരുന്നു, ഇപ്പം എവിടെ പോയി, ഇപ്പം അവൾക്ക് മനസ്സിലായി അവൾക്ക് കുറച്ച് കാശുണ്ടല്ലോ, അവിടെ നിന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ദർശനം കിട്ടി സുഖമായി ജീവിക്കാം. ഈ പഞ്ഞത്തിൻ്റെയും പട്ടിണിയുടെ ഇടയ്ക്ക് അവൾക്ക് കിടക്കേണ്ട കാര്യമുണ്ടോ? അവളിപ്പോൾ വക്കീലുദ്യോഗസ്ഥയ്ക്കും പോയേ പിന്നെ അവളുടെ കയ്യിൽ കുറച്ച് കാശും കിട്ടുമെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഭർത്താവും വക്കീല്, ഇനി എന്നാ വേണം? ഇവിടെ വിക്രമിനെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ, ഇപ്പോൾ അത് അവൾ പുഷ്പം പോലെ എടുത്ത് കളഞ്ഞത് കണ്ടോ? ഇത്രയേ ഉള്ളൂ പെണ്ണ്. എല്ലാവർക്കും വേദയെന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അമ്മേ, ഞങ്ങളേ ഉള്ളൂ അമ്മയ്ക്ക്, അത് അമ്മ മറക്കണ്ട. വേദനെ കയറ്റി തലേ കുറേക്കാലം വെച്ചുകൊണ്ട് നടന്നതല്ലേ, അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വിക്രമിന് ഒരുപാട് സങ്കടമാകാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എൻ്റെ നന്ദിനി ഒന്ന് നിർത്ത്, നീ ഇപ്പം തന്നെ ഇതൊക്കെ പറയണോ? ഒന്നാമത് അവന് മനസ്സ് വിഷമിച്ച് നിൽക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആശ്വാസവാക്ക് പറയുന്നതിന് പകരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്താ ആശ്വാസവാക്ക്? പോയവളു പോയി, ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് ചിന്തിക്കുക. ആ രാധ എങ്ങാനും ആണെങ്കിൽ ഇവിടെ മിണ്ടാതെ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും കൂടെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങനെ പോകുകയാണ്. ഈ സമയത്ത് ശ്രീജേട്ടത്തി പറയുന്നുണ്ട്, വിക്രം നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വേദ അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്ന പെണ്ണല്ല, എനിക്ക് വേദന നന്നായിട്ടറിയാം, അവളുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, വേദ തിരിച്ച് ഇവിടെ എത്തും. അങ്ങനെ വിക്രമിനെയും നമ്മളെയൊക്കെ ഉപേക്ഷിക്കാൻ വേദയ്ക്ക് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടുകൂടി റൂമിലേക്ക് തിരിച്ചു പോകുകയാണ്. അപ്പോൾ കമലാമ്മയ്ക്ക് വിക്രമിൻ്റെ കണ്ണും അതുപോലെ തന്നെ വിക്രമിൻ്റെ മുഖവും ആ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ മാഷിനോട് നടന്ന സംഭവങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ ഒരു സമയത്തും നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, വിക്രം മോനാണെങ്കിൽ ഒരുപാട് ഇന്ന് വിഷമിച്ചു, സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത്. വേദ അവൻ്റെ ഒപ്പം തിരിച്ചു വരുമെന്ന് അവൻ ഒരുപാട് പ്രതീക്ഷിച്ചത്, പക്ഷേ അവനെ ആട്ടിയിറക്കുമായിരുന്നു പറഞ്ഞു. ആണോ മാഷ് ചെന്ന് അവളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നോ? എന്തായി? വേദമോളോട് സംസാരിച്ചോ? എന്താ അവൾ പറഞ്ഞത്? അവൾ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അങ്ങനെ അവൾ ഇറങ്ങിപ്പോയതല്ല. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പലരും വിഷമിക്കുമായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ തിരോധാനത്തിന് മുൻപ് ഈ വീട്ടിലും അതുപോലെ തന്നെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരെയോ അവൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു മൂന്നാമതൊരാളുണ്ട് എന്നൊക്കെ മാഷ് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയുമ്പോൾ വേദമോള് തിരിച്ചു വരില്ലേ? എന്നേക്കുമായിട്ട് ഇവനെ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് പോയതല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിന് പിന്നിൽ മൂന്നാമതൊരാളുടെ ഒരു കളിയുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും പാവം എൻ്റെ മോൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവൻ ഉള്ള കാലത്ത് അവളുടെ വില അറിഞ്ഞില്ല, ഇപ്പോൾ ഇല്ലാതായപ്പോഴത്തേക്കിനും അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത്, ആ താലിച്ചരടിൻ്റെ ബന്ധമെന്ന് പറയുന്നത്. എന്തായാലും അവൾ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ, പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്തിനു സാധിക്കും കമലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനും കയറി കിടക്കാൻ കേട്ടോ. പക്ഷേ കിടന്നിട്ടും കമലാമ്മയ്ക്ക് ഉറക്കം പറഞ്ഞില്ലേ. തൻ്റെ മകൻ്റെ ജീവിതം ഇനി എന്താകുമെന്നോർത്ത് ആകെ വേവലാതിപ്പെട്ട് നിൽക്കുന്ന കമലാമ്മേനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് മുറിയിലിരിക്കുന്നതായിരിക്കും കേട്ടോ കാണിക്കുന്നത്. വേദയ്ക്കാണെങ്കിൽ വിക്രമിനോട് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓരോന്നോർക്കുമ്പോഴും സങ്കടം വരികയാണ് കേട്ടോ, കണ്ണുകൾ നിറയാണ് കേട്ടോ. വിക്രമിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ആലോചിച്ച് വേദ സ്വയം കുറ്റപ്പെടുത്തുകയാണേ. ഒരു സമയത്തായിരിക്കും ദീപ്തിയുടെ വരവ് കേട്ടോ. അങ്ങനെ ദീപ്തി വന്നിട്ട് ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഇതിനൊക്കെ പിന്നിൽ മൂന്നാമതൊരാളുടെ കളിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിക്ക് വിക്രം ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ്, അതെനിക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ ഞാൻ കണ്ട കാര്യമാണ്. പണ്ട് ചേച്ചി വിക്രം ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയപ്പോൾ അച്ഛൻ ആകുന്ന ചേച്ചിയോട് നിർബന്ധിച്ചില്ലേ, അപ്പോഴും ചേച്ചിയാണെങ്കിൽ ആ താലിച്ചരടിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ മേൽ അവിടെ നിന്ന ചേച്ചി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു തക്കതായ കാരണമുണ്ട്, അതിനെ ഭയന്ന ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും എന്നോട് കൂടി ഒന്ന് പറ, എന്നിട്ട് ചേച്ചിയുടെ തീരുമാനം മാറ്റുക. മറ്റാർക്കും വേണ്ടി ചേച്ചിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിക്രം ചേട്ടനാണെങ്കിലും ചേച്ചി ഒരുപാട് ഇഷ്ടം, അതുകൊണ്ടല്ലേ ചേച്ചി അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ചേച്ചിയുടെ സങ്കടങ്ങളും ഈ ഒരു പരിഭവമൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും ചേച്ചി. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് കൂടി പറ, എനിക്ക് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ജീവിതം ഇങ്ങനായിപ്പോയി, അതുകൊണ്ടാണ് മോളെ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കേണ്ട സമയത്ത് ഞങ്ങൾ രണ്ടായി ഇനി അങ്ങോളം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ദീപ്തി പറഞ്ഞത്, ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. എൻ്റെ ഏട്ടനാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ വെറുപ്പോടെയും മറപ്പോടെയും കാണുന്നത് നമ്മുടെയൊക്കെ ഏട്ടനാണ്. അതുകൊണ്ട് ഏട്ടനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ചേച്ചി പറയണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തിയും പോകാൻ കേട്ടോ. ഇതും കൂടെ കേട്ടപ്പോൾ വേദിക്ക് ഒരുപാട് സങ്കടമാകുകയാണേ. അങ്ങനെ ദീപ്തിയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒക്കെ പിന്നാലെ ചെല്ലുന്നൊക്കെ ഉണ്ട്. ശ്രീകാന്ത് ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ചെന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആയിരിക്കും ഇതിനൊക്കെ പിന്നിലെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ദീപ്തി. അങ്ങനെ വിക്രമിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ആദ്യം ദർശനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദർശൻ്റെ സഹായമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദീപ്തി. അങ്ങനെ ദർശനും ദീപ്തിയും കൂടെ കണ്ടുപിടിക്കാൻ കേട്ടോ. അതായത് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്നും ഇതിനൊക്കെ പിന്നിൽ ശ്രീകാന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിൽ വരെ പങ്ക് ശ്രീകാന്തിനുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദീപ്തി തൻ്റെ സഹോദരൻ്റെ കാര്യം ഓർത്തിട്ട് അങ്ങ് ഇത്ര അധപതിച്ചു പോയോ എന്നൊക്കെ ആലോചിച്ച് ആകെ ഞെട്ടിത്തരിച്ചു പോകുകയാണ് കേട്ടോ. അങ്ങനെ ദീപ്തിയാണെങ്കിൽ വിക്രമിനെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വിക്രമിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഡിവോഴ്സ് ചെയ്യാൻ അത് ഞാനല്ലല്ലോ തീരുമാനിച്ചത്, തൻ്റെ ചേച്ചിയല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോടുമൊന്നും പറയാതെ അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവളെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ അവൾക്കാവുന്നില്ല, പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന വിക്രമിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദീപ്തി പറയുന്നുണ്ട്, ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം. അതിന് ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ അവിടെ 2 തവണ വന്നതല്ലേ, തൻ്റെ ചേച്ചി വരാത്തതല്ലേ, ഇനിയിപ്പോൾ ചേച്ചി വരില്ല. ഞാൻ വന്നപ്പോഴും ചേച്ചി ആട്ടി ഇറക്കുകയല്ലായിരുന്നോ, പിന്നെ എൻ്റെ പുന്നായ ആങ്ങളെയും, അതുകൊണ്ട് ഇനി ഞാൻ അവിടേക്കില്ല. എൻ്റെ വിധിയെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അല്ലെങ്കിലും മനസ്സറിഞ്ഞ് ഞാൻ സ്നേഹിക്കുന്ന ആരും പിന്നീട് എൻ്റെ കൂടെ കാണില്ല. എല്ലാവരും കുറേ വേദനകൾ തന്നിട്ട് എന്നിൽ നിന്നും അങ്ങ് അകന്നു പോകും. അതെ എൻ്റെ ജാതകത്തിലുള്ളതാ എന്ന് പറഞ്ഞിട്ട് വിക്രം നിൽക്കുമ്പോഴായിരിക്കും ദീപ്തി, എന്നാലേ ചേച്ചി
ചേച്ചിക്ക് വിക്രം ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നൊക്കെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ എന്ന് പറയുമ്പോൾ ദീപ്തി നടന്ന സംഭവ വികാസങ്ങളെല്ലാം പറയാണ് കേട്ടോ. അതായത് ഇതിനൊക്കെ പിന്നിൽ ശ്രീകാന്താണെന്നും ശ്രീകാന്ത് നിർബന്ധിച്ച് ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടിപ്പിക്കുന്നതാണെന്നും അച്ഛനെയും അതുപോലെ തന്നെ വിക്രമിനെയും ഒക്കെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയതാണെന്നും അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിന് വരെ പിന്നിൽ ശ്രീകാന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിക്രമാണെങ്കിൽ ദേഷ്യത്തോടെ ബൈക്കിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഓടിച്ചെന്ന് ദീപ്തി പിടിക്കുന്നുണ്ട്. വിക്രം ചേട്ടാ ഒന്നും ചെയ്യരുത്, എന്തിനാ ഇത്ര ദേഷ്യത്തോടെ പോകുന്നത്? ഏട്ടനെ കാണാനാണോ? ഏട്ടനെ ഒന്നും ചെയ്യരുത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിക്രം ചേട്ടൻ അറിഞ്ഞു എന്ന് പോലും ആരും അറിയരുത് എന്നൊക്കെ പറയുമ്പോൾ അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല വിക്രം ചേട്ടാ, ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വലിയ വിഷയങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് വിക്രം ചേട്ടൻ കാര്യങ്ങളൊക്കെ ഒരു സൗമ്യതയിലാക്കി തീർത്താൽ മതി. കുറച്ച് നാൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. ചേട്ടൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് ചേച്ചി അറിയട്ടെ. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വിക്രം ചേട്ടൻ ചേച്ചിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും ചേച്ചിയും എല്ലാ പ്രശ്നത്തിലും നേരിട്ട് തന്നെ പോരാടാൻ നിന്നോളും. ചേച്ചിക്കൊരു ധൈര്യം ചേട്ടൻ പകർന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം തീരുമാനിക്കുകയാണ്. അന്ന് അതായത് നമ്മുടെ വേദേനെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ വേദയാണെങ്കിൽ കോൾ എടുക്കണില്ല കേട്ടോ, കട്ട് ചെയ്ത് വിടുകയാണേ. അപ്പോൾ വേദയ്ക്കുടെ മനസ്സങ്ങ് വിഷമിക്കുകയാണ്. കാരണം വിക്രം വിളിക്കുമ്പോഴൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ആ ഒരു വേദന വേദയുടെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും വിക്രമാണെങ്കിൽ അങ്ങനെ അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം വേദയുടെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. അങ്ങനെ മതിലിച്ചാടി ചെല്ലുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് പോലും വേദ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. വിക്രമിനെ ആലോചിച്ച് അങ്ങനെ കണ്ണുകൾ നിറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ അപ്പോൾ എല്ലാ കാര്യവും ഓർത്ത് വിഷമിച്ചിരിക്കാനുണ്ടോ? എന്നിട്ട് എൻ്റെ മുൻപിൽ ഭയങ്കര വലിയ ആളായിട്ട് കളിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങനെ വിടില്ലടോ, ഒരാൾക്ക് ഞാൻ തന്നെ വിട്ടുകൊടുക്കില്ല, ഇനി താൻ എൻ്റെ പാതി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിക്രം അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞെട്ടിത്തിരിച്ച് നോക്കുകയാണ്. വിക്രം താൻ എന്താ ഇവിടേക്ക് വന്നത്? എന്തിനാ ഇവിടെ വന്നത്? എങ്ങനെ ഇവിടെ വന്നു? ഞാനിപ്പോൾ ഒച്ച വെച്ച് എല്ലാവരും വിളിക്കൂട്ടോ എന്ന് പറയുമ്പോൾ താൻ എല്ലാവരും വിളിക്കുക, എല്ലാവരും ഞാൻ വന്നത് കാണട്ടെ എന്ന് പറയുമ്പോൾ എന്താ വിക്രം ഇത്? ഞാൻ പറഞ്ഞില്ലേ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് എന്നൊക്കെ പറഞ്ഞ് ചൂടാകാൻ ശ്രമിക്കുമ്പോൾ വേദ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്. തനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും താൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന എന്തിനു വേണ്ടിയാണെന്നും അങ്ങനെ സകല വിവരങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് താൻ ഇനിയും ഈ അഭിനയമൊക്കെ നിർത്തുമെന്ന് പറയാനിട്ടോ. തൻ്റെ ഏട്ടൻ കാരണമാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വേദയ്ക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ആകെ വിഷമിച്ച് കലങ്ങിയ കണ്ണുകളോടുകൂടി വേദ നിൽക്കുമ്പോഴത്തേക്കിനും വേദയുടെ താടിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ വിക്രം. തനിക്ക് എന്താണോ പറ്റി? താൻ എൻ്റെ ഭാര്യ അല്ലാതാവില്ല എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ സങ്കടങ്ങൾ എൻ്റെ സങ്കടം കൂടിയല്ലേ? അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് അവനല്ലേ? ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് താൻ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞപ്പോഴാണ് തൻ്റെ വിലയും താൻ ആരായിരുന്നു എനിക്കെന്നും ഒക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ, സമാധാനിപ്പിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ വേദയോട് പറയുന്നുണ്ട് അവൻ തന്ന നാണയത്തിൽ തന്നെ നമുക്ക് അവന് തിരിച്ചിട്ടൊരു പണി കൊടുക്കണം. അതുകൊണ്ട് താൻ ഇവിടെ തന്നെ നിന്നാൽ മതി, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, എന്നിട്ട് എല്ലാത്തിനും ഞാനൊരു പരിഹാരം കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയാൻ കേട്ടോ. നമ്മുടെ ദീപ്തിയും എല്ലാവരും കൂടെ അച്ഛനെ അറിയിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തതിന് പിന്നിൽ ശ്രീകാന്താണെന്ന്. അങ്ങനെ അച്ഛൻ ചെകിട്ടടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിൻ്റെ. എന്നിട്ട് വർഷയോടും പറയുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി, നീ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ കൊമ്പും കൂടി ഒടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ആടുന്നെന്ന് എനിക്ക് അറിയാം, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ വിളച്ചിലെടുത്താൽ ഞാൻ സമ്പാദിച്ച സ്വത്തിൻ്റെ ഒരു പങ്ക് പോലും നിനക്ക് തരില്ല, ഞാനെല്ലാം എൻ്റെ വേദമോളുടെ പേരിലേക്ക് എഴുതി വെക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആകെ ടെൻഷൻ അടിച്ച് ആകെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ അച്ഛനെങ്ങാനും അങ്ങനെ ചെയ്താൽ ഇത്രയും നാളും ചെയ്തു കൂട്ടി ഇതൊക്കെ വെറുതെ ആകുമല്ലോ എന്നൊക്കെ ആലോചിച്ച്. എന്നിട്ട് പറഞ്ഞില്ല അച്ഛൻ്റെ ആ റൗഡിയായ മരുമകന് സപ്പോർട്ട് പിടിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ റൗഡിയോ എന്ത് കുന്തോ വേണമല്ലോ ആയിക്കോട്ടെ, നീ എന്തിനാ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന? ആ മാഷിനെ എന്തിനാ നീ തട്ടിക്കൊണ്ടുപോയത്? ഇത്ര അധപ്പതിച്ചു പോയോ നീ എന്നൊക്കെ ചോദിച്ച് അച്ഛൻ വഴക്ക് പറയുമ്പോൾ അച്ഛന് മുൻപിൽ ഒന്നും പറയാനാവാതെ മിണ്ടാതെ നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ ദർശൻ വന്നിട്ട്
വേദയുടെ അച്ഛനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വേദയുടെ അച്ഛൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അതായത് വേദയോടും വിക്രത്തിനോടും ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ദർശൻ വന്നിട്ട് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തായിരുന്നല്ലോ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്, അതുകൊണ്ട് വിക്രമിനെ വിളിച്ചു വരുത്തി വേദന സന്തോഷത്തോടുകൂടി അച്ഛൻ തന്നെ ഇറക്കി വിടണം എന്നൊക്കെ പറയാനും കേട്ടോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ആണെങ്കിൽ പോലും നമ്മുടെ ശങ്കരനാരായണൻ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ വിക്രത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തൻ്റെ മകൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും വിക്രമിനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദനെ തിരിച്ച് വിക്രത്തിൻ്റെ കൂടത്തിൽ കൂട്ടി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വർദ്ധിക്കുകയാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും വിക്രമിനെ ഒതുക്കാൻ അത് തീർക്കണം എന്ന് തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അന്നേ ദിവസം നമ്മുടെ വിക്രമാണെങ്കിൽ വേദയും കൂട്ടി വീട്ടിലേക്ക് എത്തുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. അപ്പോൾ നന്ദിനിയേട്ടത്തി മാത്രം അവിടെ ആകെ കലിപ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെയും തിരിച്ച് വന്നല്ലോ എന്ന് കരുതിയിട്ട് ശ്രീജയും കമലാമ്മയും ഒക്കെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നന്ദിനി അപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ഇവളുടെ ഏട്ടനാ, ഇവളുമായിട്ടുള്ള കുടുംബവുമായിട്ട് എന്ത് ബന്ധം ഇവിടെ ഇതാക്കിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നന്ദിനി ഒന്നും മിണ്ടാതിരിക്കാൻ മാഷൊക്കെ പറഞ്ഞ് നന്ദിനിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനില്ലാഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വിക്രം മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ വിക്രു. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ എൻ്റെ ഏട്ടനോട് നന്ദി പറയണം. ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ വിക്രമിന് എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുമായിരുന്നല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ നിന്നെ സ്നേഹിച്ചത് കൊണ്ടൊന്നും അല്ല, എൻ്റെ വീട്ടിൽ ഇത്ര നാൾ നിന്നല്ലേ, അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിൻ്റെ ആ ഒരു നാണമൊക്കെ അങ്ങ് മറയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല താനൊരു കാര്യം പറഞ്ഞല്ലോ എന്നോട്, നമ്മൾ 1 വർഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നൊക്കെ, എന്നാലേ ആ പരാതി അങ്ങ് തീർത്തേക്കാന്ന് കരുതി, അങ്ങനെ ഫസ്റ്റ് ആ ഒരു കാര്യം കഴിഞ്ഞിട്ടാട്ടെ അടുത്തത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കിനും, അല്ല ആ പരാതി അങ്ങ് തീർക്കാൻ വന്നതാ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ വേദ മാറി മാറി പോകുകയാണ്. അങ്ങനെ വിക്രവും ചുറ്റും ഇങ്ങനെ എന്നിട്ട് ഇവർ മുറിയിലൂടെ കട്ടിലിൽ ഇങ്ങനെ പിടിച്ച് ചുറ്റും ഓടുന്നതും ഇങ്ങനെ ഒരു റൊമാൻറ്റിക് സീൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ പെട്ടെന്ന് വിക്രമിൻ്റെ കൈകളിലേക്ക് വന്ന് വീഴുകയാണ്. രണ്ടുപേരും കട്ടിലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും ഇങ്ങനെ കണ്ണുകളിലൂടെ പ്രണയം പങ്കിടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ആ ഒരു സീൻസൊക്കെ ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് തങ്ങളുടെ ആ ഒരു പ്രണയ നിമിഷത്തിലെത്തി നിൽക്കുന്ന ആ ഒരു സീൻസൊക്കെ ആ ഒരു പാട്ടിലൂടെ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രം ഒന്നിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അപ്പോൾ അന്നേ ദിവസം വിക്രം പെട്ടെന്ന് തന്നെ ഇച്ചിരൂടെ കഴിക്കുക ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പോൾ പെട്ടെന്ന് വേദ എന്താ പറ്റിയ വിക്രു, തനിക്ക് എന്താ പറ്റിയത്, വിശക്കുന്നുണ്ടോ, എന്തൊക്കെ ഈ കാങ്ങികൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമോ, എന്ത് സ്വപ്നം? അതൊരു സ്വപ്നം, അത് നിന്നോട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. യഥാർത്ഥത്തിൽ വിക്രം കണ്ട സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദ ഗർഭിണിയാവുന്നതാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയ്ക്ക് ഊട്ടി കൊടുക്കുന്നതൊക്കെയാണ് സ്വപ്നം കണ്ടത്. വേദ വേണ്ട മതി വിക്രം ചേട്ടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇല്ല പറ്റില്ല ഇതൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് ഊട്ടി വിടുന്നൊക്കെയാണ് കേട്ടോ വിക്രം കാണുന്നത്. ഇങ്ങനെ ആ ഒരു ഉറക്കത്തിൽ പാതിമയക്കത്തിൽ വിക്രം വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ പിന്നീടും ആ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാനിട്ടോ. വേദയുടെ വയറ് വീർക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണം വാരി കൊടുക്കുന്നതും വേണ്ടാന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. നമ്മുടെ വിക്രമാണെങ്കിലും വേദയാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വൈരാഗ്യവും ദേഷ്യ ബുദ്ധിയോടെ ഒക്കെ കൂടി പിന്നെ വിക്രമിനെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വിക്രമിനൊരു ആക്സിഡൻറ്റ്, അതായത് തമിഴിലാണെങ്കിൽ വെടിവെക്കുന്നൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ചില ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും ഇനി കഥ മുന്നോട്ട് പോകുന്നത്.